എത്തിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമാണ് SKN. കാരണം അത്രയധികം ആളുകൾ ഇവിടെ നിലവിലിപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. SKN ഈ ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നു കാണാമെന്ന്. കാരണം നമുക്ക് വലിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. സാങ്കേതിക തടസ്സങ്ങൾ മറികടന്നും ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കും എന്ന് കരുതുന്നു. അതായത് നമ്മുടെ നാട്ടിലെ ഒരു പൗരൻ പോലും അവൻ ആപത്ത് വരുമ്പോൾ സൈന്യം അവന്റെ ഒപ്പം ഉണ്ടാകും എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് നിലവിലിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. ഇതാ വളരെ ദുർഘടം പിടിച്ച സ്ഥലത്ത് വളരെ ദുർഘടം പിടിച്ച ഈ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ഉരുൾപൊട്ടലിൽ എല്ലാം ഒഴുക്കിക്കൊണ്ടുപോയ പ്രദേശത്ത് നിലവിലിപ്പോൾ സൈന്യം അതിസാഹസികമായി ഹെലികോപ്റ്റർ ഇറക്കുകയാണ്. SKN ഇതിനു മുൻപ് പല സ്ഥലങ്ങളിലും ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ വായുസേനയുടെ ഏറ്റവും ദുഷ്കരമായ ദൗത്യമാണ് SKN നമ്മൾ ഈ കാണുന്നത്. കാരണം ഇതിനു മുൻപ് ഒരിക്കൽ പോലും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ വായുസേനയുടെ നേതൃത്വത്തിൽ ഇത്ര അപകടം പിടിച്ച റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. നിലവിലിവിടെ വായുസേന എത്തിയിരിക്കുന്നു. അവരുടെ റെസ്ക്യൂ ഓപ്പറേഷനാണ് നടക്കുന്നത്. രണ്ട് രീതിയിൽ ഇതിനോടകം റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഒന്ന് NDRF ഈ വടത്തിൽ ആളുകളെ ഇക്കരക്കരയിലേക്ക് എത്തിക്കുന്നു. മറ്റൊന്ന് ആർമി താൽക്കാലിക പാലം നിർമ്മിച്ച് ആളുകളെ കരയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു. പക്ഷേ അത് മതിയാകില്ല SKN. അതൊരു സത്യമാണ്. അത് നമ്മൾ അംഗീകരിക്കണം.